പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിപ്പോൾ നിലമ്പൂർ വന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചർച്ചിലെ ഒരു കുടുംബത്തിൻ്റെ ഒരു ദയനീയമായ സ്ഥിതി ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഏകദേശം 2 വർഷത്തോളമായി അവരെന്നെ വിളിച്ചിട്ട്, പക്ഷെ എനിക്ക് ഇതുവരെ വരാൻ കഴിഞ്ഞില്ല. ദയവായിട്ട് ഈ വീടിൻ്റെ സാഹചര്യം ഒന്ന് കാണണേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ലീല സഹോദരിയുടെ വീടാണ്. ഒരമ്മയും ഒരു മോനും അവിടെ താമസിക്കുന്നത്. 2 വർഷമായി അവരിതിനകത്താണ് താമസിക്കുന്നത്. കഞ്ഞിയൊക്കെ വെക്കുന്ന അവിടെ അടുക്കള, ഈ ഭാഗമൊക്കെ ഇതിലാണ് അവർ താമസിക്കുന്നത്. ഇപ്പം ഇവർ താമസിക്കുന്ന സാഹചര്യമൊക്കെയാണ്. മുകളിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് ചോർച്ചയായിരുന്നു. ഇതൊക്കെ കണ്ടല്ലോ അല്ലേ, ഇതൊക്കെ ചോർന്നൊലിച്ച് ഇങ്ങനെ ഈ മഴയത്താണ് അവർ 2 വർഷമായിട്ട് ഇത് കിടന്നുകൊണ്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് വീടെല്ലാം പോയി. വെയിലെന്ന് പറയുമ്പോൾ അതിഭയങ്കരമായ ചൂടാണ്. ഓക്കെ, ബാക്കി ലിലിസ് സംസാരിക്കും. ദയവായിട്ട് കേൾക്കണേ. അതുപോലെ വിശ്വാസിയായിരുന്നെങ്കിലും ഇങ്ങനൊരു പൊതുവെ നമ്മൾ ചോദിച്ച് പരിചയപ്പെടുത്തുന്ന രീതിയുണ്ട്. അതുകൊണ്ട് അവരോട് ഈ ചോദ്യം ചോദിക്കുകയാണ്. എന്താ പേര്? ലീല. ഓക്കെ, ഇത് ഏത് സ്ഥലമാണ്? പൂതാനം. പൂതാനം എന്ന് പറയുമ്പം പോത്തുകല്ല് പഞ്ചായത്ത്, മലപ്പുറം ജില്ലയിൽ എടക്കരയ്ക്കടുത്ത്. ഓക്കെ, എടക്കരയിലേക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ആണ് ഏകദേശം? ഓക്കെ, വളരെ അടുത്താണ്. ഓക്കെ, ഇത് പോത്തുകല്ല് പഞ്ചായത്തിൽ എത്രാമത്തെ വാർഡാ? 17ാമത്തെ വാർഡാ. ഓക്കെ, സംസാരിച്ചോളൂ. 2 വർഷമായി ഞാൻ ഇതിനകത്ത് താമസിക്കുന്നു. മഴയാകുമ്പോൾ ഇവിടെല്ലാം നനയും, കാറ്റടിക്കുമ്പോൾ ഇതെല്ലാം. ഈ കഴിഞ്ഞ ദിവസം ഇതെല്ലാം പാറി പറന്നു പോയി. പിന്നെ ഒരു ചെറിയൊരു ഷീറ്റ് മേടിച്ചു കൊണ്ടുവന്ന് ഇട്ടതാണ്. വിറക് കഷ്ണമൊക്കെ വെച്ച് താങ്ങിയിരിക്കുന്നു. 9 മണി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഇരിക്കാൻ വയ്യ. ഇപ്പോഴത്തെ ചൂട് കൊണ്ട് ഭയങ്കര കഷ്ടത്തിലാണ്. ഓക്കെ, ഇതാണ് വിറക് കഷ്ണമൊക്കെ അല്ലേ? ഓക്കെ ഓക്കെ, സംസാരിച്ചോളൂ. ചൂട് കൊണ്ട് ഇരിക്കാൻ വയ്യ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടൊരു സഹായം ചെയ്താൽ നല്ല ഉപകാരമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നൊരു വീട് തന്നല്ലോ, അതിൻ്റെ സാഹചര്യം എന്താണ്? പഞ്ചായത്തിൽ നിന്നൊരു വീട് 4 ലക്ഷം രൂപ തന്നിട്ടുണ്ടല്ലേ? പണിക്കാരന് കൊടുത്തു. ഇപ്പം കതവ് വെച്ചിട്ടുണ്ട്, അതിനൊന്നും പൈസ കൊടുത്തിട്ടില്ല. തേച്ചതിനും കൊടുത്തിട്ടില്ല. അതിലെത്ര ആ വീട് പിന്നെ ആ വീട് നമുക്കൊന്ന് കാണാം ഇനി, എന്നാലേ അത് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇത് ഇവർ പഞ്ചായത്ത് കൊടുത്ത എന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപ. നമുക്കറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് 4 ലക്ഷം രൂപ കൊണ്ടൊരു വീട് പണി എന്തായാലും തീരില്ല, നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ പണി ഇങ്ങനെ ബാക്കി കിടക്കുകയാണ്. ഈ ബാത്റൂമിൻ്റെ പണിയോ കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഇതൊക്കെ ഈ തേച്ചൊക്കെ കടമെടുത്താണ് അവർ ചെയ്തേക്കുന്നത്. കാരണം കെട്ടിട നമ്പർ ലഭിക്കണമായിരുന്നെങ്കിൽ പിന്നെ ഇത് തേക്കണം എന്നാണ് അവർ പറഞ്ഞത്. ഈ കതവൊക്കെ കടമെടുത്ത് ചെയ്തതാണ്. വയറിങ് കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ബാക്കി പണി കിടക്കുകയാണ്. അപ്പോൾ കൊടുക്കാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ ഇവരിങ്ങനെ ആളുകൾ ചോദിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. മാത്രമല്ല ഇതൊരു അവർ അടുത്ത ഒരു ഏജ് ചർച്ചിലാണ് അവർ പോകുന്നത്. ഇനി വീണ്ടും നമുക്ക് ആ സഹോദരിയിൽ നിന്ന് കേൾക്കാം. വീട് ലൈഫിൽ നിന്നൊരു വീട് കിട്ടി. ലൈഫിൻ്റെ 4 ലക്ഷം രൂപയേ ഉള്ളൂ. അത് പണിക്കാരന് കൊടുത്തു, പിന്നൊന്നുമില്ല. അതിൻ്റെ തേപ്പ് കഴിഞ്ഞ് കടവാണ്. ബംഗാളി വിളിച്ച് തേപ്പിച്ച് അതിൻ്റെ പൈസ കൊടുക്കാനുണ്ട്. കതവ് വെച്ചതും കടവാണ്. ഇവിടെ അടുത്തൊരു കതവ് പണിയുന്നൊരു ചെറുക്കനുണ്ട്. അവൻ വന്ന് കതവ് വെച്ച് എന്നും വിളിച്ച് ചോദിക്കും. അത് കൊടുക്കാനുമില്ല. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഒരു ചെറിയൊരു ഷെഡിനകത്ത് അതെല്ലാം കീറി പറഞ്ഞ് മഴ പെയ്താൽ ചോരുകയും ചെയ്യും. വെയിലായാൽ പിന്നെ അതിനകത്ത് നിൽക്കാൻ വയ്യ. രാത്രിയിലെ മഴയും പകലത്തെ വെയിലും അത് വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് ശരീരത്തിനാണേ സുഖമില്ല. കാലിൻ്റെ നരമ്പ് ചതഞ്ഞതാണ്. അതിൻ്റെ വേദന. എനിക്ക് പണിക്കൊന്നും പോകാൻ വയ്യ.
ചിലവിന് ഉപജീവന മാർഗത്തിന് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മോനുണ്ട്. മോൻ നേരത്തെ ഹൈദരാബാദിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഷെഡിനകത്ത് എന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് അവന് പോകാൻ വയ്യാത്തത് കൊണ്ടാണ് കുഞ്ഞ് പോകാത്തത്. വളരെ ബുദ്ധിമുട്ടാണ്. എങ്ങനെയെങ്കിലും ആ ഷെഡിനകത്തുനിന്ന് ഇതിനകത്തുനിന്ന് കയറി താമസിക്കണമെങ്കിൽ ഒരുപാട് പണി ഇനിയുണ്ട്. ഒരു സഹായം ചെയ്താൽ ഏറ്റവും ഉപകാരമായിരുന്നു. അതുപോലെ ഒരു കിണർ, ഞങ്ങൾക്ക് കിണറില്ലായിരുന്നു. താഴെ താഴെ പോകണം, കുറച്ച് ദൂരം പോകണമായിരുന്നു. വെള്ളം അവിടെ നിന്നായിരുന്നു കോരി കുടിച്ചുകൊണ്ടിരുന്നതൊക്കെ. വീടിൻ്റെ പണി വന്നപ്പം ആരും വെള്ളം തരത്തില്ല. അന്നേരം പിന്നെ വീട് പണി നടക്കത്തില്ലല്ലോ. അതിന് 1,00,000 രൂപ ഞാൻ ലോൺ എടുത്തു. അത് അടച്ചിട്ടില്ല. ബാങ്കുകാരിടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യും. അതിന് ഞാൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. എങ്ങനെ ഞാൻ ആ ലോൺ അടയ്ക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ചിലവിനും ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കഴിയുന്നു. അതുകൊണ്ട് ഒരു സഹായം ചെയ്താൽ നല്ലതായിരുന്നു. കിണറാണെങ്കിൽ 10 റിങ് ഇറക്കിയിട്ടുണ്ട്. 2 എണ്ണം മേളിലും വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയൊക്കെ ഇടിയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇടിഞ്ഞു പോയാൽ മുടക്കിയ കാശും പോകും, വെള്ളം കിട്ടത്തില്ല, കിണറെല്ലാം മൂടിപ്പോകും. അതുകൊണ്ട് ഒരു സഹായം ചെയ്യണം. ഞങ്ങളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. മോൻ്റെ കാര്യം ഓർത്താലും അപ്പനും പോയി. എൻ്റെ മൂത്ത 2 മക്കളായിരുന്നു. എൻ്റെ മോള് മരിച്ചു പോയി. ഈ കഴിഞ്ഞ 12-ാം തീയതി, ഡിസംബർ 12-ാം തീയതി 3 വർഷമായി. 22-ാമത്തെ ദിവസം എൻ്റെ ഭർത്താവും മരിച്ചു. ആ ടെൻഷനിൽ, ആ വിഷമത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്നെ ഒറ്റയ്ക്ക് എൻ്റെ കുഞ്ഞിനെ ഇട്ടിട്ട് പോകാനും വയ്യ. ഓരോ ദിവസവും രാത്രിയിലൊന്നും എനിക്ക് ഉറക്കമില്ല. ഓരോന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിൻ്റെ ഭാവി ഓർക്കുന്നു. എവിടെയെങ്കിലും ചെന്നൊരു പെണ്ണിനെ ചോദിക്കണമെങ്കിൽ കാണണമെങ്കിൽ തന്നെ ഈ വീടിങ്ങനെ കിടക്കുന്നുണ്ട്. അതും പറ്റുന്നില്ല. വളരെ വിഷമം. ഞങ്ങളെ ആത്മാർത്ഥതയോടൊന്ന് സഹായിക്കണം. ഏത് ബാങ്കിലെ അക്കൗണ്ട് ഉള്ളത്? എടക്കര. ഏത് ബാങ്കാ? ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്കില. ഓക്കെ. ആരുടെ പേരിൽ അക്കൗണ്ട് കിടക്കുന്നത്? എൻ്റെ പേരില. എങ്ങനെ പേര്? ലീല. ലീല എന്ന് മാത്രമേ ഉള്ളൂ? PK എന്നാണ്. PK എന്ന് പറഞ്ഞാൽ വീട്ടുപേര് പുത്തൻ വരയ്ക്കണം. അല്ല, അപ്പൻ്റെ പേര് കുഞ്ഞൂട്ടി. ഓക്കെ. പ്രിയമുള്ളവരെ, വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കാണുന്നില്ല, വീടൊക്കെ ഇങ്ങനെ കിടക്കുക. ഇനി പണികൾ ഒരുപാട് ബാക്കി കിടക്കുകയാണ്. അതിനേക്കാൾ ഉപരി ബംഗാളികളൊക്കെ പൈസയ്ക്ക് ഇങ്ങനെ എപ്പോഴും കയറി ഇറങ്ങി വരികയും ചോദിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ ഹൈദരാബാദിൽ ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. പക്ഷെ പോകണമെങ്കിൽ പോലും ആ വീടൊന്നും തീർക്കാതെ പോക്ക് നടക്കില്ല. ഇപ്പോൾ സമയം 12:30 ഞാൻ അതിനകത്ത് നിന്ന് കയറിയപ്പോൾ എന്ത് ചൂടാണെന്നറിയാം. അതിഭയങ്കരമായ ചൂടായിരുന്നു. മഴയാണെങ്കിൽ അത് ഞാൻ ചോർന്ന് ഒലിക്കുകയാണ്. ഈ അകത്ത് മഴ പെയ്യുമ്പോൾ സാറിന് എന്താ ചെയ്യുന്നത്? ഒന്നായിട്ട് വെള്ളം അകത്തോട്ട് വീഴും. കിടക്കുന്നിടത്തും ചാടി എഴുന്നേക്കും. രാത്രിയിലാണെങ്കിൽ, പകലാണേലും രാത്രിയിലാണേലും മഴ പെയ്താൻ്റെ കട്ടിലേ കയറി നിന്നിട്ട് ഇങ്ങനെ 2 കൈയും പ്ലാസ്റ്റിക് ഇങ്ങനെ അങ്ങോട്ട് വെള്ളം തട്ടി ഇങ്ങനെ വിടും. അവിടെ നിൽക്കും ഇങ്ങനെ. അല്ലേ എല്ലാം ഒന്നായിട്ട് താഴെ വീണ് പോകും. നേരത്തെ ഞങ്ങളുടെ അവസ്ഥയൊന്നും പറയണ്ട. ഞാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. കർത്താവ് സഹായിക്കും. സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണം. മനോഹര് പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ അക്കൗണ്ടിൽ തന്നെ പൈസ അയച്ചാൽ മതി. എനിക്ക് അറിയാം, അന്ന് ഒരു
ഉള്ള കാലഘട്ടത്തിൽ എൻ്റെ സഭയിൽ ഞാനിരിക്കുന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു കുടുംബമാണ്. അന്നൊക്കെ സനോജ് എന്ന് പറഞ്ഞാൽ തീരെ ചെറിയൊരു കുഞ്ഞായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു കുടുംബമാണ്. അച്ഛനാണ് ഒരു കൈയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛനും ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ അവർ ജീവിച്ചിരുന്ന കുറേ കാലം ഈ ഉണ്ണിയപ്പം പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വീടുകളിലൊക്കെ കൊണ്ടു കൊടുത്താണ് അന്നത്തെ കാലത്ത്, അച്ഛനുള്ള കാലത്ത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോയി കൊടുത്ത് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളില്ല. അച്ഛനും നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ വലിയൊരു വിഷമത്തിലാണ് പ്രിയമുള്ളവർ. തീർച്ചയായിട്ടും എൻ്റെ പ്രിയമുള്ളവരെ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും കഴിയുന്ന എല്ലാ ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും ഈ വീടിൻ്റെ പണി പൂർത്തീകരിക്കുകയും കടബാധ്യതകൾ തീർക്കുകയും മോനെ ഇവിടെ ധൈര്യത്തോടു കൂടി അമ്മ ഇവിടെ ഒറ്റയ്ക്കാക്കിയാലും ധൈര്യത്തോടെ ജോലിക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാകാനും അവന് നല്ല ഒരു വിവാഹം നടക്കാനും പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവം ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം.